അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഈ ചോദിക്കുന്നതിലും ഈ സംസാരിക്കുന്നതിലൊന്നും ആരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ചില യാഥാർത്ഥ്യങ്ങൾ ഈ മുസ്ലിയാക്കന്മാർക്ക് എപ്പോഴാണ് നേരം വെളുക്കുക? അവർ അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക് അവർ മടങ്ങുന്നില്ലേ? പ്രവാചകന്റെ ചെദിയിലേക്ക് മടങ്ങുന്നില്ലേ? എന്നും ഈ ബിദ്അത്തും ശിർക്കും ഈ പാളക്കിതാബുമായിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? ഇവർക്ക് പരലോകത്തിന് പേടിയില്ലേ? ഇവർക്ക് എപ്പോഴാണ് നേരം വെളുക്കുക? ഇവർ ഈ അനാചാരങ്ങളെ വിട്ടിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് എപ്പോഴാണ് മടങ്ങി വരിക? നമ്മൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന എത്രയോ ഉസ്താദുമാരുണ്ട്. അവരായിട്ട് ഇപ്പോഴും നല്ല സുഹൃത്ത്. നമുക്ക് ഉസ്താദുമാരോടും മുസ്ലിയാക്കന്മാരോടൊന്നും നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് ആരോടും വൈരാഗ്യമില്ല. കാരണം അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളാണ്. അതിലൊന്നും തർക്കമില്ല ആ വിഷയത്തിൽ. പക്ഷെ അവർ തെറ്റായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ, മതത്തിൽ നിന്ന് അവർ അകന്നു പോകുമ്പോൾ, ഖുർആനിൽ നിന്ന് അകന്നു പോകുമ്പോൾ, പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ധാർമ്മികമായ കടമ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ കാര്യങ്ങളിങ്ങനെ വിശദീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ എനിക്കറിയാവുന്ന എത്രയോ ഉസ്താദുമാരുണ്ട്, ഒരുപാട് ഉസ്താദുമാർ എനിക്കറിയാവുന്നവരുണ്ട്. ഇപ്പോഴും സത്യം മനസ്സിലാക്കിയിട്ടും ഈ സമസ്ത കൂടാരത്തിൽ അവരുടെ കുരുത്തക്കേട് കിട്ടുമെന്ന് പേടിച്ചുകൊണ്ട് അവിടെ തന്നെ കടിച്ചു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പോഴും ഞാനും അവർ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമാണ്. അവർ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് വിട്ടുപോരാത്തത്? അത് അവരെ വഹാബിയാക്കും, പുത്തംവാദിയാക്കും, ഒറ്റപ്പെടുത്തും, സമൂഹത്തിൽ ഉസ്താദുമാരെ കുരുത്തക്കേട് തട്ടും എന്നുള്ള ഒരു ഭയപ്പാടോടു കൂടിയാണ് അവർ നിലനിൽക്കുന്നത്. അപ്പോൾ എന്നാണ് ഈ മുസ്ലിയാക്കന്മാർ നേരെയാകുക? നോക്ക് നിങ്ങൾ, ഒരുപാട് കെട്ടുകഥകൾ, കള്ളക്കഥകൾ, ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഓരോരുത്തരുടെ പേരിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ പണ്ഡിതന്മാരാണ് ഇത് പറയുന്നത്. അതായത് പാതിരാ വഴലുകൾ, അതേപോലെ വലിയ വലിയ സദസ്സുകളൊക്കെ അഭിമുഖീകരിക്കുന്ന പണ്ഡിതന്മാരാണ് ഇങ്ങനെയുള്ള ഓരോ കള്ളക്കഥകൾ വന്ന് പറയുന്നത്. ഇപ്പോൾ ഷംസുൽ ഉലമ, അത് ആ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഈ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ഷംസുൽ ഉലമ, ആ മൂപ്പര് ബന്ധപ്പെടാത്തൊരു മേഖലയില്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖബറിൽ മൂപ്പർക്ക് എടുക്കാൻ നേരമില്ല. അവിടെ നിന്ന് നടക്കുകയാണ്, തവാഫിന് പോവുകയാണ്, മദീനത്തേക്ക് പോവുകയാണ്, അങ്ങനെ എല്ലാ കാര്യത്തിനും. അതേപോലെ ഇപ്പോൾ ആകാശത്തൂടെ പറക്കുകയാണ്. മൂപ്പർക്ക് അവിടെ മരിച്ച് മറവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ നേരം വേണ്ടേ? ഒരു നേരമില്ല. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ബിസിയാണ് ഇപ്പോൾ മൂപ്പർക്ക്. ഇപ്പോൾ മരിച്ചതിന് ശേഷം ഇതാണ് അവസ്ഥ. നോക്ക് നിങ്ങൾ, ഇനി ഷംസുൽ ഉലമ ഇപ്പോൾ പുതിയ ഒരു മേഖലയിലേക്ക് കൈവച്ചിട്ടുണ്ട്. അത് സിംസൽ ഹക്ക് ഹുദവിയാണ് ആ കാര്യം വിശദീകരിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടോക്കിയാ. മഹാനവറുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അത് നേരിട്ട് ഞങ്ങൾ ഒരു വീട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, മഹാനായ ഷംസുൽ ഉലമയോട് നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസ സിർറഹു, അല്ലാഹു മഹാനായ ഷംസുൽ ഉലമയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ മഹാനുഭാവൻ ജീവിച്ചിരിപ്പുള്ള കാലം ചെറുവാളൂർ ഉസ്താദിന്റെ ഗുരുനാഥൻ കൂടിയാണ്. അപ്പോൾ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് വയറിൻ്റെ ഉള്ളിലോ മറ്റോ അതിശക്തമായ വേദനയും പ്രയാസവും വന്ന് സർവ്വ ഡോക്ടർമാരും ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം, ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞൊരു സമയത്ത് മഹാനായ ശൈഖുനയോട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് വേണ്ട ഡോക്ടർമാർ ഇന്ന് രാത്രി വരും. നിങ്ങൾ ഹോസ്പിറ്റലിൽ വീട്ടിൽ തന്നെ നിങ്ങൾ നാട്ടിലൂടെ നടന്നാൽ മതി, നിങ്ങൾക്ക് ചികിത്സയും ഓപ്പറേഷനൊക്കെ ഇന്ന് നടക്കുമെന്ന് പറഞ്ഞു. ചെറുവാളൂർ ഉസ്താദ് സ്വന്തം അനുഭവം അത് എഴുതി വെച്ചു. ഞാൻ ഉസ്താദിന് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്തായാലും ഈ അനുഭവങ്ങളൊക്കെ ഒരു പുസ്തകമായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞു. ചെറിയൊരു ബുക്കിലെറ്റ് ഉസ്താദ് എഴുതിയിട്ടുണ്ട്. വലിയ ഒരു അനുഭവ കഥ ബഹുമാനപ്പെട്ടവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഉസ്താദ് പറയാം, അന്ന് രാത്രി ഇതൊരു പള്ളി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇശാനിസ്കാരം കഴിഞ്ഞ് ഇശാനിസ്കരിക്കാൻ വേണ്ടി കയറി ആ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് സുന്നത്ത് നിസ്കരിച്ചിരുന്നപ്പോൾ എനിക്ക് ഉറക്കം സംഭവിക്കുന്നു. ആ ഉറക്കത്തിൽ മഹാനായ ഷംസുൽ ഉലമയെ ഞാൻ കാണുന്നു, മഹാനവറുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ ഉറക്കത്തിൽ എന്തൊക്കെയോ എൻ്റെ ശരീരത്തിൽ നടക്കുന്നത് ഞാൻ അറിഞ്ഞു. രാവിലെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് വേണ്ടി പോവുക. അടിയന്തരമായി ഡോക്ടറെ കാണണമെന്നാണ് പറഞ്ഞത്. അടിയന്തരമായി നിങ്ങൾ ഓപ്പറേഷന് വിധേയമാവണമെന്ന് പറയാൻ ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഉസ്താദ് പറഞ്ഞു, ഇന്നും ആ സംഭവം കഴിഞ്ഞ് 10-30 കൊല്ലം കഴിഞ്ഞു, ഞാൻ ഇതാ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ആ ഒരു അസുഖമേ എൻ്റെ ശരീരത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. തൃശ്ശൂർ ജില്ലയിലെ പാലപ്പിള്ളി ഭാഗത്ത് താമസിച്ച് വന്നിരുന്ന ചെറുവാളൂർ ഉസ്താദ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആളെ. അതായത് ഞാൻ മാള റേഞ്ചിലെ കാരൂര് പള്ളിയിലെ ഖത്തീബായിരുന്നു. അന്ന് അവിടുത്തെ പുതിയ മദ്രസ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാനാണ് അതിൻ്റെ സദറൊക്കെ. അപ്പോൾ ആ നിലയ്ക്ക് ഇദ്ദേഹത്തിന് അവിടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വയറിലുണ്ടായിരുന്ന ഒരു അസുഖം, അത് ഓപ്പറേഷൻ അടിയന്തരമായി നടത്തണം എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആരാ നടത്തി കൊടുക്കുന്നത്? ആരാ?
ഷംസുൽ ഉലമായിക്ക് അബൂബക്കർ മുസ്ലിയാർ സ്വപ്നത്തിൽ കൂടെ വന്നിട്ട് സർജറി നടത്തി കൊടുക്കുകയാണ്. പിന്നെ അവിടെ ചെന്നപ്പോൾ അവിടെ പ്രശ്നേ ഇല്ല എന്നാണ്. അടിയന്തരമായിട്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ ആ ഭാഗത്ത് പിന്നെ എന്തില്ല, അവിടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. കാരണം അതൊക്കെ ഷംസുൽ ഉലമ തന്നെ അത് സർജറി ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ വിശ്വാസം. ഇത് സിംസാൽ ഹക്ക് ഹോദവി പറയാ, ഉസ്താദെ ഇതൊക്കെ ഒരു ഗ്രന്ഥാക്കിയിട്ട് ഒക്കെ എഴുതി വെക്കുക, കാരണം ഇനി അത് വെച്ചിട്ട് വിളമ്പിയിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് അടിക്കാൻ. രണ്ടുപേരും, ഇദ്ദേഹം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു. ഈ ചെറുപാട് ഉസ്താദ് മരണപ്പെട്ടു. അപ്പോ എന്നിട്ട് ഇദ്ദേഹത്തിനോട് മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിനോട് പറഞ്ഞാണ് ആ പുസ്തകമൊക്കെ ഒന്ന് എഴുതി വെക്കുക, ഇതുപോലെ അനുഭവങ്ങളും കഥകളൊക്കെ. കാരണം അങ്ങനെ ഒരു പുസ്തകമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് എത്ര പുസ്തകങ്ങൾ അവർ അടിച്ചിറക്കിയിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്നവരുമായ ആൾക്കാരുടെ അവർ പറയുന്ന കുറേ കഥകൾ അത് പിന്നീട് കറാമത്തായി രൂപാന്തരപ്പെട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. എന്നിട്ട് പുസ്തകമാക്കി എഴുതി എന്തിനാ പുസ്തകമാക്കി എഴുതി വെക്കണേ? ഇത് ജനങ്ങളോട് വന്ന് വിളമ്പിയിട്ട് പിന്നെ തിന്നാൻ വേണ്ടിയിട്ട് എങ്ങനെയും ജീവിച്ചു പോണ്ടേ? അത് 2 കഥ കിട്ടണ്ടേ? എന്തെങ്കിലും 2 കഥ കിട്ടിയാലല്ലേ ഇത് ഇവർക്ക് വാഴനൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് ഇങ്ങനെ 2 കള്ളക്കഥയൊക്കെ ഒന്ന് പറയുമ്പോൾ നീട്ടി വലിച്ച് പറയാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ പുസ്തകം ഇറങ്ങാതിരിക്കുന്നു, ഏതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇതേപോലെ എത്ര ഏടുകൾ, എത്ര മാലകൾ, എത്ര മൗലിദുകൾ, എന്തെല്ലാം കൃതികൾ, എല്ലാം ശുദ്രകൃതികളാണെന്ന് മാത്രം. ഇതൊക്കെ സമൂഹത്തിനെ വഴിതെറ്റിക്കാനാണ് ഏറ്റവും പര്യാപ്തമായ ഗ്രന്ഥം. അത് ജനങ്ങളെ വഴിതെറ്റിക്കാൻ പറ്റുന്ന ഗ്രന്ഥമാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഓരോരുത്തർ മരിക്കും തോറും അവർ പറഞ്ഞൊക്കെ എഴുതി തയ്യാറാക്കി വെക്കുക. എന്നിട്ട് അതിങ്ങനെ സമൂഹത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇവരുടെ അവസ്ഥ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.